حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. بسم الله الرحمن الرحيم. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആൻ സൽസ്വഭാവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ സൽസ്വഭാവങ്ങൾ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അവൻ പാലിക്കേണ്ട ഗുണങ്ങളായിട്ട് ഖുർആനും ഹദീസും വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ചും മോശമായ പെരുമാറ്റങ്ങളെയും സ്വഭാവത്തെയും കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അത് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ആ സ്വഭാവങ്ങൾ സത്യവിശ്വാസികളെ ഇല്ലാതിരിക്കാൻ വേണ്ടി ചില സ്വഭാവങ്ങളുടെ പേരുകൾ തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൽസ്വഭാവത്തെക്കുറിച്ചും ചീത്ത സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞു. അങ്ങനെ പേരെടുത്ത് പറയാൻ കാരണത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. അങ്ങനെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ദുസ്വഭാവങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ദുസ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ആവാൻ പാടില്ലാത്തതാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് പിശുക്കി എന്ന് പറയുന്നത്. പിശുക്കന്മാരാവുക അറബി ഭാഷയിൽ അതിന് ബുഖ്ൽ എന്നാണ് പറയുന്നത്. പിശുക്കൻ അറബി ഭാഷയിൽ ബുഖ്ൽ എന്നാണ് പറയുന്നത്. പിശുക്കൻ ബഖീൽ എന്ന് പറയുന്നത്. ഖുർആനിൽ പിശുക്കനെ കുറിച്ച് ബുഖ്ൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ശുഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. അതിന്റെ രണ്ടിന്റെയും അർത്ഥം പിശുക്കി എന്നാണെങ്കിലും രണ്ടിനും വ്യത്യസ്തമായ അർത്ഥത്തിൽ മാറ്റങ്ങളുണ്ട്. ബുഖ്ൽ എന്ന് പറഞ്ഞാൽ പിശുക്ക് സാധാരണ പിശുക്കാണ്. അത് പാടില്ല, അത് വിശ്വാസിക്ക് പാടില്ല. ഖുർആൻ അത് ഹറാമാക്കിയതാണ്. അത് നിരുത്സാഹപ്പെടുത്തി ഒരിക്കലും പാടില്ലാത്ത സ്വഭാവം പിശുക്കിനുണ്ട്. പിന്നെ അത് ശുഹാണ്. ശുഹ് എന്ന് പറഞ്ഞാൽ ബുഖ്ലിനേക്കാൾ ശക്തമായ, ബുഖ്ലിനേക്കാൾ പിശുക്ക് എന്നതിനേക്കാൾ ഏറ്റവും ശക്തമായ പിശുക്കനാണ് ശുഹ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഇനിയും ഒരുപാട് സമ്പത്തും മറ്റുള്ള കാര്യങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ വെച്ച് എത്ര കിട്ടിയാലും കഴിയില്ല, അത്യാഗ്രഹമുണ്ട്. പക്ഷെ ഒരു രൂപ പോലും ഒന്നും ഒരാൾക്കും കൊടുക്കില്ല. അതാണ് ശുഹ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും അത്യാഗ്രഹമാണ്, ഒന്നും ഒരാൾക്കും കൊടുക്കാത്ത വ്യക്തി, അത് ശുഹാണ്. ബുഖ്ൽ അങ്ങനെയല്ല. ബുഖ്ൽ എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തിനോട് അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ ആർക്കും ഒന്നും കൊടുക്കില്ല. അവന്റെ സമ്പത്തിൽ അവൻ ആർക്കും ഒന്നും ചെലവാക്കില്ല, ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇനിയും ഒരുപാട് കിട്ടണം ആഗ്രഹമൊന്നുമില്ല, അത് ബുഖ്ലാണ്.
അത് ബഹീലാണ്, മറ്റേത് ഷൊട്ടാണ്. ഇനിയും കിട്ടണമെന്ന് അത്യാഗ്രഹമുണ്ട്. 1 രൂപ പോലും ഒരാൾക്കും കൊടുക്കാത്ത ചെലവഴിക്കാത്ത പിശുക്കിനാണ് ഷൊട്ട് എന്ന് പറയുന്നത്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ട് ദുസ്വഭാവവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്നാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 29ാമത്തെ ആയത്താണ്. അത് പറയാണ്, വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉലൂഖിക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ പിഴടിയിലേക്ക്, തലയുടെ വേഗഭാഗം പിഴടിയിലേക്ക് പിടിച്ച് കെട്ടരുത് എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കരുത് എന്നാണ്. നിങ്ങളുടെ കൈകൾ പിഴടിക്ക് വേഗത്തിലേക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം നിങ്ങൾ ഒന്നും കൊടുക്കാത്തവരായി പിശുക്ക് കാണിക്കരുത്. അടുത്ത വാചകം എന്താണ്? അങ്ങേയറ്റം ദുർവ്യയം ചെയ്യുന്ന ഇസ്രാഫ്, ദൂർത്തടിക്കുന്ന സ്വഭാവം അതും പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് സ്വഭാവം എടുത്തു പറഞ്ഞില്ല. ആർക്കും ഒന്നും കൊടുക്കാത്ത പിശുക്ക സ്വഭാവവും, എന്നാൽ ദൂർത്തടിക്കുന്ന അനാവശ്യമായി കാശുകൾ ചെലവഴിക്കുന്ന ആ ഇസ്രാഫ്, ഇത് രണ്ടും പാടില്ല. ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിന് രണ്ട് സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രത്തിലുള്ള മലവുമ സൂറ, പിന്നെ നിങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഖേദമായിരിക്കും, നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നവരായിരിക്കും, അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടവരായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവിടെ എടുത്തു പറഞ്ഞ ഒന്ന്, പിരടിയുടെ വേഗതയിൽ കൈകൾ കെട്ടുക എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കരുത് എന്നർത്ഥം. രണ്ട് തരം പിശുക്ക് സമൂഹത്തിലുണ്ട്. ഒന്നും കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾക്ക് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ. സ്വന്തം കാര്യങ്ങൾക്ക് പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അവനവന്റെ കാശ്, അവനവന്റെ കാര്യം, അതിന് പോലും ഒന്നും ചിലവഴിക്കാത്ത മനുഷ്യർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. എന്താ, രോഗം വന്നാലും അത് ചികിത്സിക്കൂല. രോഗം വന്നാൽ ചികിത്സിക്കൂല, അത് ചികിത്സിക്കാൻ കാശ് ചെലവാക്കണം. എത്ര പ്രയാസമാണെങ്കിലും ആ കാശ് കൊടുത്തിട്ട് ചികിത്സിക്കാതെ തയ്യാറാക്കില്ല. കാശില്ലാത്തവരല്ല, അവർ ചികിത്സിക്കാതെ വകുപ്പൊക്കെ ഉണ്ടോ, ചികിത്സിക്കുക. എന്നാൽ ചികിത്സിച്ചാലേ അവന്റെ കാശ് ചെലവാകും. സ്വന്തം കാര്യത്തിന് ചെലവാക്കില്ല. എത്ര ആളുകളുണ്ട്, കീറിയ ഡ്രസ് ഇടുന്ന ആളുകളുണ്ട്, മുഷിഞ്ഞ ഡ്രസ് ഇടുന്ന ആളുകളുണ്ട്, ചെരുപ്പ് പച്ച പൊട്ടിയിട്ടും ആ ചെരുപ്പ് മാറ്റാത്ത ആളുകളുണ്ട്, വസ്ത്രങ്ങൾ ഉൾവസ്ത്രം വളരെ മോശമായി കീറിയ വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട്. വസ്ത്രം മാറ്റാൻ കാശില്ലായിട്ടല്ല, പുതിയതെടുക്കാൻ കാശില്ലായിട്ടല്ല, അവനവന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കാശ് ചെലവഴിക്കാതെ സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. അത് യാതൊരുമല്ല. ഞാൻ കാശ് ഉപയോഗിക്കുന്നില്ല, അത് അമിത അതുകൊണ്ട് ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുന്നില്ല, പഴയ ഡ്രസ്സിന്റെ കീഴിലില്ല, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അത് ഇസ്ലാം ലാളിത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിലേക്ക് ഒരു സഹാബിങ്ങനെ കടന്നു വന്നു. ആ സഹാബിയുടെ മുടിയൊക്കെ ആകെ പാറയുന്നുണ്ട്, ജല പോലെ നിൽക്കുന്നുണ്ട്, പഴയ വസ്ത്രം ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടാൽ തന്നെ ആകെ ഈ തലച്ച് മുഷിഞ്ഞതുപോലെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെയെങ്കിൽ, നിങ്ങൾക്കൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, പതിൽ തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ തന്ന പതില് പുറത്ത് കാണിക്കും, നല്ല ശരീരത്തിൽ കാണട്ടെ, മുടിയൊക്കെ ഒതുക്കി വെക്കും, കുറച്ച് നല്ല വസ്ത്രം ധരിക്കും. ലാളിത്യമാണെന്ന് വിചാരിച്ചിട്ട്, അമിതമാകുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തത്തിന് ധരിക്കാനുള്ള വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ നടന്ന സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, അള്ളാഹ് തന്നതുണ്ടല്ലോ, അത് ചെലവാക്കിയിട്ട് അത്യാവശ്യം നല്ലതൊക്കെ ധരിക്കണം. സ്വന്തത്തിനോട് കാണിക്കുന്ന സ്വഭാവം അതിൽ നമ്മുടെ നാട്ടിൽ ഉണ്ട്. രണ്ടാമത്തത്, സ്വന്തം കാര്യങ്ങളിൽ ചെലവാക്കണം, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനത്തെ ആളുകളുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ എത്രയും ചെലവാക്കും, പക്ഷെ വേറെ നമ്മളല്ലാത്ത ഒരാൾക്ക്, കുടുംബത്തിലെ, നാട്ടിലെ, സമൂഹത്തിലെ ഒരാൾക്ക് ഒന്നും കൊടുക്കാത്ത പിശുക്കന്മാർ. ഈ രണ്ട് പിശുക്കിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ സ്വന്തത്തിന് ചെലവഴിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കില്ല. വേറെ ചില ആളുകൾ സ്വന്തത്തിന് ചെലവഴിക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കില്ല. ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെ അതേക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇമാം ഖബറാനി
എന്റെ ഔഷധം രേഖപ്പെടുത്ത ഹദീസിൽ 3 ആളുകൾ അള്ളാഹുവിന്റെ ദേഷ്യമാണ്. ആർക്ക് ദേഷ്യം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ദേഷ്യം, അള്ളാഹു ഉറപ്പാണ്. എന്താ വിശുദ്ധ ഗൗരവമുള്ള വിഷയങ്ങൾ പറയാനാണ് കാര്യങ്ങൾ. അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള 3 ആളുകളെ റസൂലുള്ളാഹി എഴുതി പറഞ്ഞു. അതിൽ ഒരു വിഭാഗം ആരെന്നറികൾ ധനികനായ പിശുക്കൻ. കാശില്ലാത്തവനെ കുറിച്ചല്ല പറഞ്ഞത്, അത്യാവശ്യം കാശുള്ള ഒരു സമ്പന്നൻ. ഇനി അല്ലെങ്കിൽ വലിയ സമ്പന്നനൊന്നുമല്ല, അത്യാവശ്യം കാശുണ്ട്, പക്ഷെ അവൻ പിശുക്കനാണ്, വഹയിലാണ്. ഈ ധനികനായ ഈ പിശുക്കനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദേഷ്യമുള്ള വ്യക്തിയാകുന്നു അവൻ. പണച്ചവന് വെറുപ്പാണ്, അല്ലാഹ് വ്യക്തിയോട് വെറുപ്പാണ്. എന്താ വെറുപ്പിന്റെ കാരണം? അല്ലാഹ് കൊടുക്കി മുതൽ ആര് കൊടുത്തതാണ്? അല്ലാഹ് കൊടുത്തതാണ്. സമ്പത്ത് അല്ലാഹുവിന്റെ മുതലാണ്. അതിൽ സ്വന്തത്തോട് പിശുക്ക് കാണിക്കുക, സമൂഹത്തോട് പിശുക്ക് കാണിക്കുക. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ്, അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹുവിന് വെറുപ്പാകുകയും. ഈ പിശുക്ക് എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലുണ്ട്. എല്ലാ വിഷയത്തിലുള്ള പിശുക്ക് നമ്മൾ സൂക്ഷിക്കണം. മഹദീസികളെ ഇമാമികളെ സൂക്ഷിച്ചതിനെ കുറിച്ച് എണ്ണി പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞ മുഹരിമാരാണ് കാശ് ചെലവാക്കൂല. കാശുമ തൊട്ട് ഒരു കഴിയില്ല. വിശുദ്ധന്റെ ഒന്നാമത്തെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാവുക. കാശുമ തൊട്ട് ഒരു കഴിക്കും അവരില്ല. ഒരു കാര്യത്തിലൂടെ വേറെ നിങ്ങൾ പറയട്ടെ, കാശ് ചെലവാക്കുന്ന പരിപാടിക്കൊന്നില്ല, ഇല്ലാണ്ടല്ല ഉണ്ടായി. ഞാൻ പറഞ്ഞത് സ്വന്തത്തിൽ ചെലവാക്കൂല, മറ്റുള്ളവർക്ക് അവരവന്റെ മക്കളെ കാര്യത്തിൽ പോലും ചെലവാക്കൂല. മക്കളുടെ അസുഖം വന്നാൽ ഹോസ്പിറ്റൽ കൊണ്ട് പറഞ്ഞ വാർപ്പായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. എന്താ കൊണ്ട് പറഞ്ഞത്? കാശില്ലാണ്ടല്ല, നീ വെറുതെ പോയി കാശ് ചെലവാക്കണ്ടല്ലോ, ചികിത്സിക്കൂല. കാശ് ചെലവാകുന്ന പിശുക്ക് കാണിച്ച് ചികിത്സിക്കാത്ത വാർപ്പാരുണ്ട്. മക്കൾക്ക് സ്വന്തം ഭാര്യമാരുടെ വിഷയത്തിൽ അവർക്ക് ഡ്രസ് നേരെ വാങ്ങിക്കൊടുക്കാത്ത ആളുകളിലേക്ക്, അവരെ പോറ്റാത്ത ആളുകളിലേക്ക് കാശില്ലാണ്ടല്ലോ പിശുക്ക് കാണിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം നിരുത്സാഹപ്പെടുത്തിയ പാടില്ലാത്ത സ്വഭാവമാണ്. സ്വന്തത്തിന് ചെലവഴിക്കൂല, മക്കൾക്ക് ചെലവഴിക്കൂല, സമൂഹത്തിന്റെ കാര്യം പോകട്ടെ, കുടുംബത്തിൽ പോലും ചെലവഴിക്കാത്ത ആളുകൾ. അത് പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലേക്ക് അബൂ സുഫിയാന്റെ ഭാര്യ മുആവിയയുടെ ഉമ്മ ഹിന്ദ് നടന്നു വന്നു. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപേ മുസ്ലിങ്ങളുടെ നേതാവാണ്. അന്ന് മുതലേ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹം കാശ് ചെലവാക്കില്ല, കാശിനൊരു കളിയില്ല. സമൂഹത്തിന്റെ നേതാവാണ്, എല്ലാത്തിനും രംഗത്തുണ്ടാകും, എല്ലാത്തിനും ഉഷാറാണ്. സമ്പത്തിൽ ചെലവാക്കിയിട്ട് ഒരു പണിക്ക് അബൂ സുഫിയാൻ നിൽക്കില്ല. അന്ന് മുതലേ അദ്ദേഹത്തിന് കുറച്ച് ഈ കാശ് ചെലവഴിക്കുന്നതിനെ കുറച്ച് ഇറങ്ങിയാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റസൂലുള്ളാഹി ഒരിക്കലേക്ക് ഹിന്ദ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അബൂ സുഫിയാൻ റജുലുൻ ഷഹീദ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ കുറച്ച് പിശുക്കുള്ള ഒരാളാണ്. റസൂലിനോട് പരാതി പറയാം. എന്താണ് പരാതി പറയാനുള്ള കാരണം? തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിൽ വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല. അത്യാവശ്യ ചെലവുകളല്ലേ, ഭാര്യക്കുള്ള താമസം, വസ്ത്രം, ഭക്ഷണം, മക്കൾക്ക് ഇതൊന്നും വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല. കാശുണ്ട്, സമൂഹത്തിന്റെ നേതാവുമാണ്. അപ്പൊ റസൂലുള്ളാഹിയിലേക്ക് വന്നുകൊണ്ട് പരാതി പറഞ്ഞ റസൂൽ, ഞങ്ങൾക്ക് വേണ്ട രൂപത്തിൽ മക്കൾക്ക് ചെലവിൽ കിട്ടുന്നില്ല, എനിക്കും ചെലവിൽ കിട്ടുന്നില്ല. എന്നിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഞാൻ എടുത്താൽ ഞാൻ കുറ്റക്കാരനായി തീരുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ നല്ലതാണ്. എല്ലാ ഭാര്യമാർക്കും, എല്ലാ ഭർത്താക്കന്മാർക്കും. ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ബാധ്യതകൾ? ഭാര്യ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയാം, എന്റെ ഭർത്താവ് എനിക്കും മക്കൾക്കും അത്യാവശ്യം ദൂർത്തനിക്കാനല്ല, ആവശ്യമായ ചെലവിന്റെ കാശ് പോലും കിട്ടുന്നില്ലല്ലോ, അത് മതിയാകുന്നില്ല. ഞാൻ ഭർത്താവ് അറിയാതെ ഞാൻ സമ്പത്ത് എടുത്ത, അദ്ദേഹം സമ്പത്ത് എടുത്ത കുറ്റക്കാരനാണോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാം, എനിക്ക് തന്നെ കുട്ടികൾക്കും മതിയാകുന്ന ആവശ്യത്തെ മാത്രം അതിലേക്കില്ല, അതെടുക്കാൻ പറ്റുമെന്നാണ് അനുവാദമില്ലാതെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല രൂപത്തിൽ നിനക്കും മക്കൾക്കും ആവശ്യമായ രൂപത്തിൽ നിനക്ക് എടുക്കാം. എന്റെ ഭർത്താവിന്റെ അനുവാദമാണ്. നമ്മളെ സമ്പത്തിന് നമ്മുടെ മക്കൾക്കും ഭാര്യക്കും നമ്മൾ വേണ്ട രൂപത്തിൽ ചെലവ് കൊടുക്കുന്നില്ലെങ്കിൽ
നമ്മുടെ അനുവാദമില്ലാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ച് കാശി വാരി പിടിച്ച് നമ്മുടെ അനുവാദം വേണ്ട. ചെലവിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിലേക്ക് എടുക്കാൻ പറ്റില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ടാവും ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് ചെലവിന് ആവശ്യം, ഭാര്യക്കും മക്കൾക്ക് എത്രയാണ് ആവശ്യം, ആ കാശ് ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവന്ന കാശ് അവിടെ ചെലവിന് ആവശ്യമായി ലഭിക്കുന്നതിന് ഭർത്താവിന്റെ അനുവാദം വേണ്ട. ചിലവിന് കൊടുക്കാത്ത ഭർത്താവാണെങ്കിൽ ഇസ്ലാമിന് നിയമം അങ്ങനെയാണ്. എത്ര പ്രൊട്ടക്ഷനാണ് ഈ സമൂഹത്തിന് നൽകിയത് മക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ. പിശുക്ക് കാണിക്കുന്ന ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസുകൾ പറയാണ് സമ്പത്തിന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ. രണ്ടാമത് ഇൽമിൽ പിശുക്ക് കാണിക്കണം. വിജ്ഞാനന്റെ ഇൽമിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അതെന്താ, ഞാൻ പഠിച്ച ഇൽമ ഞാൻ ഒരേ കാശ് കൊടുത്ത് പഠിച്ചതാ, അത് വെറുതെ പറഞ്ഞു കൊടുത്താല് ഒരാൾ ഇൽമ കിട്ടൂലേ. അതിന്റെ ഇൽമിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. നല്ല നല്ല കോഴ്സുകളെ കുറിച്ച് പരിചയക്കാരുണ്ടാകുക. നല്ല നല്ല കോഴ്സ് അയൽവാസിയുടെ കുട്ടിക്ക് അവൻ അത്യാവശ്യം കഴിവുള്ള നല്ല വിദ്യാഭ്യാസത്തെ കുറിച്ച് കഴിവുള്ള അറിവുള്ള വ്യക്തിയാണ്. അവന്റെ മകന് നല്ല കോഴ്സ് തിരഞ്ഞെടുത്തു. വിദ്യാഭ്യാസം അല്ലാതെ ഇല്ലാത്ത ഒരാൾ സാധാരണക്കാരെ പോയി ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞെടുക്കുകയാണ് എന്റെ കുട്ടിന്റെ പോലെ നല്ല ഉഷാറായിട്ട് അവന്റെ മകൻ വരണം. ഇൽമിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. പഠിച്ചത് പറഞ്ഞു കൊടുക്കില്ല, അറിവുള്ളത് പറഞ്ഞു കൊടുക്കില്ല. ചില നിസ്സാര സംഗതികളായി അത് പറഞ്ഞു കൊടുക്കില്ല, വളർച്ച കൊടുക്കും. അത് അവന് കിട്ടിയാലും അവൻ നല്ലവനായിരുന്നാലും അവൻ അതുകൊണ്ട് ഉയർന്നു പോയാലും അവൻ എന്നേക്കാൾ വലുതായി പോയാലും അതൊരു പിശുക്കാണ്. സമ്പത്തിന്റെ പിശുക്ക് മാത്രമല്ല ഖുർആൻ ഹദീസ് എതിർക്കരുത്. ഇൽമിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, ഇൽമ മറച്ചു വെക്കുന്ന ആളുകൾ, ഇൽമ മറച്ചു വെക്കുന്നത് വലിയ കുറ്റമായിട്ടാണ് റസൂൽ പറഞ്ഞ ഹദീസ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അറിവുള്ളത് മറ്റൊരു പറഞ്ഞു കൊടുക്കണം. അത് ദീനിന്റെ വിജ്ഞാനം മാത്രമല്ല, ദുനിയാവും. ഒരു വാഹനം ചെറുതായിട്ട് കയറി വന്നു, നമുക്കറിയാം അതെങ്ങനെ നേരാക്കില്ല. അതൊരാൾ ചോദിച്ചു എന്താ പറഞ്ഞു കൊടുത്താൽ പിന്നെ ഓരോ പിന്നെ എന്റെ അടുത്തേക്ക് വരൂലല്ലോ, പിന്നെ അവൻ എന്റെ അടുത്ത് സമയത്ത് വരില്ല. അതൊക്കെ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അതിൽ വാഹനത്തിൽ എല്ലാവരും ആളുകൾക്ക് ഒന്നും കൊടുക്കാൻ പിശുക്ക് കാണിക്കുക. അത് സമ്പത്തിൽ മാത്രമല്ല. മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് ഭക്ഷണത്തിൽ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു അതിഥി വീട്ടിലേക്ക് വരുന്ന വെറുപ്പുള്ള ആൾക്കാരുണ്ടല്ലോ നാട്ടിൽ. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം പറഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ പേടി അവര് ഭക്ഷണം കൊടുക്കണോ കൊടുക്കണ്ടെന്ന. ഉച്ച സമയത്താണ് വരുന്നതെങ്കിൽ നമുക്ക് പേടിയാണ്. എന്താ നമ്മുടെ അവസ്ഥ? ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും പിശുക്ക് കാണിക്കുന്ന മനുഷ്യർ, അതിഥി സൽക്കാരത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിൽ പാടില്ലാത്ത സ്വഭാവമായി പറഞ്ഞതാണ്. ഭക്ഷണം കൊടുക്കൂല. അത് എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. വിളിച്ചതിൽ ആളുകൾ പറയുന്നത് ഞാൻ പറയാം എല്ലാം കാരണം ഈ സമയത്ത് വന്നാൽ ഒരു ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊന്നും വിശ്വാസ സ്വഭാവത്തിൽ വരാൻ പാടില്ല. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സലാം പറയാൻ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. അസ്സലാമു അലൈക്കും മുഖത്ത് ഒരാളെ കാണുമ്പോൾ ഒരു വിശ്വാസം കാണുമ്പോൾ അത് പറയില്ല. അത് പറയാൻ അവൻ പിശുക്ക് കാണിക്കും. ഒന്നോടെ അഹങ്കാരം. ചിലർക്ക് അഹങ്കാരായിരിക്കും, സലാം പറയില്ല. പറഞ്ഞാൽ അത് മറക്കാത്ത ആൾക്കാരുണ്ട്. കുറ്റമാണ് സലാം പറയാൻ പിശുക്ക് കാണിക്കാം. അല്ലാഹുവിന്റെ റസൂലിൽ പിശുക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കന്മാരെ എണ്ണി പറഞ്ഞു. ഏറ്റവും വലിയ പിശുക്കന്മാർ അതിൽ ഒരു പിശുക്കൻ ആരാന്നറിയോ? സലാം പറയാത്ത ആളുകൾ. എന്താ പരസ്പരം വരുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ, അങ്ങാടിയിൽ കാണുമ്പോ, വീട്ടിൽ നിന്ന് കാണുമ്പോ, റോഡിൽ നിന്ന് കാണുമ്പോ അസ്സലാമു അലൈക്കും പറയാൻ എന്താ വരും? ഒന്ന് വരാൻ അതിന് പ്രതികരണ കാര്യമില്ല. അതിന് പിശുക്ക് കാണിക്കണം. അതേപോലെ റസൂൽ പഠിപ്പിച്ച സംസാരത്തിൽ പിശുക്ക് കാണിക്കണം. ഇതൊക്കെ പരസ്പരം സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ വിശ്വാസങ്ങൾക്ക് വേണം. അവിടെ സംസാരിക്കുക ആരോടും വിടുന്നില്ല. ആയിക്കോട്ടെ, പിശുക്ക് എന്ന് പറയുമ്പോൾ വെറും സമ്പത്തിന്റെ വിഷയം മാത്രമല്ല, എത്ര മേഖല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലതായി ഇതൊക്കെ. സംസാരത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, സ്നേഹത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട്, വാപ്പാക്ക് മക്കളോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, അത് ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല. ആ സ്നേഹം മക്കൾക്ക് നൽകണം, ആ സ്നേഹം ഭാര്യയ്ക്ക് നൽകണം, ആ സ്നേഹം ഭർത്താവിന് നൽകണം. അപ്പോഴേ അവർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അവിടെ പിശുക്ക് കാണിക്കാൻ പാടില്ല. സ്നേഹത്തിൽ പിശുക്ക് കാണിക്കരുത്. നല്ല സ്നേഹം മക്കളോട്, അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. മക്കൾക്ക് പുറത്ത് അനുഭവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. സ്നേഹം അവിടെ പിശുക്ക് കാണിക്കാൻ പാടില്ല. അല്ലാതെ റസൂൽ ഹദീസിൽ പറഞ്ഞു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം. അത് ഉള്ളിലൊന്നും അവിടെ പ്രകടിപ്പിക്കണം. നമുക്ക് ചില സ്ത്രീകൾ പരാതി പറയും, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭർത്താവ് നല്ല സ്നേഹം വെച്ചിട്ട് അത് പുറത്ത് കാണുന്നില്ല. പുറത്ത് കാണുന്ന സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം അവർ രണ്ടുപേരും അനുഭവിക്കണം. അത് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കാനുള്ളതല്ല.
സ്നേഹം അങ്ങോട്ട് നൽകിയാൽ എന്തോ കുറവായി അതിൽ ന്യൂനതാകുമോ അല്ലെങ്കിൽ എന്റെ സ്ഥാനം പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. അവര് ആ സ്നേഹം പുറത്തു കാട്ടില്ല. അത് പാടില്ല. സ്നേഹത്തിൽ പിശുക്കരുത്, സംസാരത്തിലും പിശുക്കരുത്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച പാടില്ലാതെ പറഞ്ഞ കാര്യം. അല്ലാഹുവിന്റെ റസൂല് പിശുക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിൽ 37-ാമത്തെ വചനത്തിൽ ഒരു ആയത്ത് പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണേ ആയത്ത്. പിശുക്കന്മാരെ കുറിച്ച് പറഞ്ഞ പന്ത പറയാം. അല്ലദീന യബഖലൂന വയഅ്മുറൂന അൻ-നാസ ബിൽ ബുഖൽ. പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ പിശുക്കന്മാരാണ്. അതോടൊപ്പം തന്നെ വയഅ്മുറൂന അൻ-നാസ ബിൽ ബുഖൽ. അവർ മറ്റുള്ളവരോട് പിശുക്കിന് കൽപ്പിക്കുകയും ചെയ്യും. ഒരു പിശുക്കന്മാരാണ്. ആ സ്വഭാവം മറ്റുള്ളവർ കൂടി പറഞ്ഞു. ആലോചിച്ചാൽ എത്ര ഗൗരവമുള്ളതാണ്. അല്ലാഹു പറയാണ് ചില മനുഷ്യന്മാർ പിശുക്കന്മാരാണ്. ആ സ്വഭാവം അവർ മറ്റുള്ളവരോട് കൂടി കൽപ്പിക്കും എന്ന് അല്ലാഹു പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഫضل അവർ മൂടി വെക്കുകയാണ്. അല്ലാഹു കൊടുത്ത നിഅമത്താണ് ഈ സമ്പത്തും ഈ അധികാരവും ഈ സ്ഥാനവും ഈ മാനവും ഈ അറിവും ഒക്കെ. അതൊക്കെ അവർ മൂടി വെക്കും. ഒരാൾക്കും കൊടുക്കൂല. നമ്മളൊരു വലിയ സ്ഥാനത്തെത്തി. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിൽ ഒരു ജില്ലന്റെ ഭരണാധികാരിയാണ്, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്, ഒരു MLA ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ വഹിക്കാൻ കഴിവുള്ള സ്വാധീനമുള്ളവരാണ്. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നാട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരം ചെയ്യാൻ കഴിയും. പക്ഷെ ചെയ്തു കൊടുക്കൂല. നമുക്കതിന് കഴിയും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തം ആളുകൾ വന്ന് സംബന്ധിച്ചാൽ പോലും ചെയ്തെടുക്കൂല. അവരൊക്കെ പിശു കാണിക്കുന്ന ആളുകൾ. അള്ളാഹ് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി പിശുക്ക് കാണിക്കുന്ന കുറേ നാട്ടുകാർ എവിടെ നാട്ടിലുണ്ടാകും. അവരൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാം ഖുർആനിൽ, ഇവരും പിശുക്ക് കാണിക്കുകയും മറ്റുള്ളവരോട് പിശുക്ക് കാണിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. അത് പറയാം അല്ലാഹു അവരെ എഴുതിയത് കാഫിറുകളോട് കുറിച്ചിട്ടാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷ നരകത്തിൽ. അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഒരാൾക്കും കൊടുക്കാതെ പിശുക്ക് കാണിച്ചിട്ട് എല്ലാ തരത്തിലുള്ള പിശുക്ക് കാണിച്ച് ജീവിച്ചിട്ട് ഒരു സ്വർഗത്തിൽ പോകില്ല, ഒരു സ്വർഗം കിട്ടൂല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാളുടെ കൽവിൽ ശരിക്കുള്ള ഈമാണെങ്കിൽ ഒരേ കൽവിൽ പിശുക്കുണ്ടാവില്ല. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ പറയാം, ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഈമാനും പിശുക്കും ഒരുമിക്കുകയില്ല. മനസ്സിലായില്ലെങ്കിൽ ഈമാന്റെ കുറവാണ്. നമുക്ക് പിശുക്കുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ പിശുക്കുണ്ടെങ്കിൽ, നമുക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ എവിടെയോ തകരാറുണ്ട്. ഈമാനും പിശുക്കും ഒരുമിക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ശിക്ഷ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഈ പിശുക്കിന് വേണ്ടി കൽപ്പിക്കും. ചിലപ്പോ ഭർത്താവ് നല്ല കലയും ചെലവഴിക്കുന്ന ആളായിരിക്കും. ഭാര്യ പറയും അങ്ങനെ കൊടുക്കണ്ടെന്ന് പറയും. ഭാര്യ നല്ല കൊടുക്കാൻ പറയുന്ന ആൾ ഭർത്താവ് സമ്മതിക്കൂല. ഇങ്ങനെയൊക്കെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ പറയാണ്, അന്ത്യനാളിന്റെ അടയാളം ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാൻ കഴിയും. അന്ത്യനാളിന്റെ അടയാളങ്ങൾ റസൂൽ തന്നെ എഴുതി പറയും. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറയാണ്, അന്ത്യനാളിന്റെ അടയാളത്തിൽ ഒന്ന് യതകാറബു സമാനു, സമയം ചുരുങ്ങും എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങൾ അടുത്തു വരും. പണ്ടത്തേതുപോലെ നമുക്ക് സമയം തികയൂല. പെട്ടെന്ന് സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കും. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. പെട്ടെന്ന് സമയം തീർന്നു. അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഒരു മാസം എത്ര പെട്ടെന്നാണ് തീർന്നത്, ഒരു ആഴ്ച എത്ര പെട്ടെന്ന് തീർന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു, എത്ര പെട്ടെന്ന് അടുത്ത വെള്ളിയാഴ്ചയായി, ദിവസങ്ങൾ എത്ര പെട്ടെന്ന് പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അന്ത്യനാളിന് അടുത്ത് വരുമ്പോൾ സമയം ചുരുങ്ങിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തീർന്നു പോകും. അടുത്ത വാക്യം എന്താണല്ലോ, ആളുകളിൽ പിശുക്ക് വരാൻ തുടങ്ങും. ആളുകളിൽ വരാൻ തുടങ്ങും. അന്ത്യനാളിന്റെ അടയാളമാണ്. പിശുക്ക് വർദ്ധിക്കുക അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുകയാണ്. നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം. പിശുക്കിനെ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ മുൻഗാമികളെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണത്തിൽ ഒന്ന് പിശുക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കാൻ നിങ്ങൾ
മുൻ സമുദായങ്ങളെ അള്ളാഹു നശിപ്പിച്ചതിന് ഒരുപാട് കാരണമുണ്ട്. പല സമുദായങ്ങൾക്കും പല കാരണമുണ്ട്. ഒരു കാരണം എന്താണല്ലോ, പിശുക്കന്മാരായിരുന്നു. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ കാരണമാകുന്ന തിന്മയാണ് പിശുക്ക് സമൂഹത്തിൽ പിശുക്ക് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സലാം പറയുന്നത് പിശുക്ക് കാണിക്കാതിരിക്കുക. അതേപോലെ തന്നെ റസൂൽ പഠിപ്പിച്ച ഒന്നാണ് റസൂലുള്ളാഹി സ്ഥലത്തിന് പേരെടുക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ പിശുക്കന്മാരാണ്. സ്വലാത്ത് ചെല്ലാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ പേരെടുക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനായിട്ട് റസൂൽ ഹദീസിൽ പഠിപ്പിച്ച ഹദീസിൽ പറയാം. മുസ്ലിമിലെ ഇമാം അഹ്മദിന്റെ മുസ്ലിം റസൂൽ പറയാണ്, അലാ ഉഖ്ബിറുക്കും ബിഅദ്ഖലിനാ, ജനങ്ങളുടെ ഏറ്റവും വലിയ പിശുക്കനാണെന്നോ നിങ്ങൾ. ആരോഗ്യം പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആരാണ് റസൂൽ ഏറ്റവും വലിയ പിശുക്കൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ യുഖിറുഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്ഥലത്തിന് പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത വ്യക്തിയാണ് ഏറ്റവും വലിയ പിശുക്കൻ. മനുഷ്യരിൽ വെച്ച് സ്വലാത്ത് ചെല്ലണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതിന് വിശ്വാസത്തിന്റെ ബാധ്യതയാണ്. അതെപ്പോഴും നമ്മൾ ചെല്ലണം, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സ്വലാത്ത് മജ്‌ലിസൊന്നുമില്ല, സ്വലാത്തിന് പ്രത്യേക മജ്‌ലിസൊന്നുമില്ല, അതിന് പ്രത്യേക സമ്മേളനങ്ങളുമില്ല. എപ്പോഴും ഒരു വിശ്വാസി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത ഏറ്റവും വിശുദ്ധനാണെന്നും അല്ലാഹു റസൂൽ ഹദീസിൽ പഠിച്ചുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുക്മികളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിച്ചാണ് വസിയത്ത് ചെയ്യുക. സഹോദരന്മാരെ സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു സ്വദഖതി അഅ്ലമു അജ്റ, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാണെന്നാണ് ചോദിച്ചത്. സ്വദഖകളെല്ലാം ശ്രേഷ്ഠമാണ്, പ്രതിഫലമാണ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന സ്വദഖയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അൻത സദ്ദഖ വ അൻത സ്വഹീഹുൻ ശദീദ്, നിനക്ക് അധിക സമ്പത്തൊന്നുമില്ല, സമ്പത്ത് കിട്ടണമെന്ന് താല്പര്യമുണ്ട്, നീ സമ്പത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരാളാണ്, അധിക സമ്പത്തില്ലാത്തത് കൊണ്ട്. ആ സമയത്ത് നീ സ്വതന്ത്ര ചെയ്യുക. സമ്പത്ത് അത്യാവശ്യമില്ല, അവനവന്റെ കാര്യത്തിലേ ഉള്ളൂ, അധികമൊന്നുമില്ല. ആ സമയത്ത് നീ സ്വതന്ത്ര ചെയ്യണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതന്ത്ര. റസൂൽ പറയാം, നീ ദാരിദ്ര്യം ഭയപ്പെടുന്നുണ്ട്. ഒന്നാമതൊരു എനിക്ക് സമ്പത്ത് കിട്ടണമെന്ന് താല്പര്യമുണ്ട്, കാശധികം കയ്യിൽ ഇല്ലതാണ്. ആ സമയത്ത് ഉള്ളത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതന്ത്ര. എന്നിട്ട് റസൂൽ പറയാം, റൂട്ട് തൊണ്ടക്കുള്ളിൽ വരുന്ന സമയമുണ്ട്, മരിക്കുന്ന നേരത്തെ. അപ്പൊ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും, ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഉണ്ടാവും, ഇഷ്ടപോലെ സ്ഥലവും പറമ്പും കൃഷിയും ഒക്കെ ഉണ്ടാകും. അധ്വാനിച്ച ഡെപ്പോസിറ്റ് ഇഷ്ടംപോലെ ബാങ്കിലും ബിസിനസ്സൊക്കെ ഒരുപാടുണ്ടാവും. ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെയാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് ഇവന്റെ റോഡിൽ തൊണ്ടക്കുള്ളിൽ വരുമ്പോൾ പറയും, മരിക്കാൻ നേരത്തിൽ ഇപ്പൊ മരിക്കാറും. ആ സമയത്ത് പറയും, ഇന്ന സമ്പത്ത് ഇന്നോട് കൊടുക്കണം, ഇന്നത് ഇന്നാണ് കൊടുക്കണം, ഇന്നത് അപ്പോഴത്തേക്ക് സ്വതക്കം കൊടുക്കണം, ഇന്നത് പള്ളിക്ക് കൊടുക്കണം, ഇന്നത് മദ്രസക്ക് കൊടുക്കണം, ഇന്നത് എത്തിക്കുട്ടിക്ക് കൊടുക്കണം. എന്ത് നീ പറയും ഒക്കെ കാണിക്കുക.
അങ്ങനെ നീ പറയും. ആ ഒരു പറയുന്ന അവസ്ഥയിലേക്ക് നിന്റെ സമ്പത്തിനെ നീ ഒരിക്കലും നീട്ടി വെക്കരുത്. അതുവരെ ഒന്നും കൊടുക്കത്തില്ല. നീ മരിക്കാതെ തീർന്നു. ആ സമയത്താണ് 1 സെന്റ് 10 സെന്റ് ചത്തി കാണാൻ, 3 സെന്റ് പള്ളി, ആ കാശ് മദ്രസക്ക്. അങ്ങനെ നീട്ടി വെക്കരുത്. അങ്ങനെ നീട്ടി വെക്കാൻ പാടില്ല. മുൻപേ നേരത്തെ അതിൽ ചെലവാക്കണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരിക്കാൻ അവസാനത്തെ സന്ദർഭത്തിൽ വിളിക്കേണ്ടത് നീട്ടി വെക്കാൻ പാടില്ല. അതേപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ്, ഖുർആൻ ഓതിക്കൊണ്ട് റസൂൽ പറഞ്ഞ ഒന്നാണ്, ആരെങ്കിലും ഇങ്ങനെ സമ്പത്ത് കൊടുക്കാതെ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങൾ ഇത് ഖുർആനിലായിട്ട് അത് പറയാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്, സൂറത്തുൽ ലൈലിലെ ആയത്താണ്. പിശുക്ക് കാണിച്ചാൽ അല്ലാഹു ഓന്റെ വഴി കുറച്ച് കുടുസാണ്, കുറച്ച് പ്രയാസങ്ങളുണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികൾ, ഒരു രംഗത്തും ഒരു കാലത്തും നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. അത് മക്കളുടെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ വിഷയത്തിലാണെങ്കിലും, സമൂഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും, അല്ലെങ്കിൽ സംസാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും, ചിരിക്കുന്ന വിഷയത്തിൽ അതൊക്കെ ഒന്ന് ചിരിച്ചാൽ, നമ്മളൊന്ന് ചിരിച്ചാൽ തിരിച്ച് ചിരിക്കാറുണ്ട്. അതൊക്കെ പിശുക്ക് കാണിക്കാം. ഇതൊക്കെ പിശുക്കിന്റെ ഇടത്തിൽപ്പെടുന്ന ഒന്നാണ്. ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടൊരു പുഞ്ചിരി സ്വതയാണ്. അത് ഗുരുയുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലവരായി, നല്ല സ്വഭാവമുള്ളവരായി, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ച പിശുക്കിന്റെ ഒരു സ്വഭാവം നമ്മൾ ഇല്ലാത്തവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما وألحقنا بالصالحين.